മുരുക ഭഗവാന്റെ പല തരത്തിലുള്ള കടാക്ഷവും അനുഗ്രഹവും ഒക്കെ ഒരാളിലുണ്ടെങ്കിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പല വീഡിയോകളിലായി കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ മയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് മയിലിൻ്റെ സാന്നിധ്യം നമ്മളുടെ ഒപ്പം എപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അത് സംഭവിക്കില്ല. കാര്യം ഏത് മുരുകക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും, മുരുകക്ഷേത്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം മയിലിൻ്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെയാണ് അതിപ്പോൾ ഏത് നാട്ടിലും ആയിക്കൊള്ളട്ടെ, മുരുകൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ മയിലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആ പ്രദേശത്തെങ്കിലും മയിലില്ലെങ്കിലും ആ ക്ഷേത്രത്തിനുണ്ടായിരിക്കും. അതേപോലെ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും മുരുകൻ്റെ ശക്തി നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ പല സ്വഭാവ വ്യത്യാസങ്ങളും മുരുക ഭഗവാനെ ആരാധിക്കുന്നവർക്ക് വരും, ഒരു വീരഗുണം വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല ഭക്തരുടെ അനുഭവത്തിൽ നിന്നും പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചും മനസ്സിലാക്കി. ഇനി ഭഗവാന്റെ പൂർണ്ണ കടാക്ഷമുണ്ടെങ്കിൽ, ഈ പറഞ്ഞതെല്ലാം ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ സംഭവിക്കുന്നതാണ്. ഭഗവാന്റെ ഒരു സാധാരണ ഭക്തനാണെങ്കിൽ ഇവർക്കെല്ലാം ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും. അതായത് ഒരു മയിലിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുക, സ്വഭാവ വ്യത്യാസങ്ങൾ വരിക, പല അത്ഭുതങ്ങളും സംഭവിക്കുക. നമ്മൾ പളനി പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പല കാര്യങ്ങളും നടക്കാറുണ്ട്, പല അനുഗ്രഹങ്ങളും കിട്ടാറുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഭഗവാന്റെ ആത്മീയമായ തത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള ആളുകളിൽ, അങ്ങനെ ഭഗവാൻ തിരഞ്ഞെടുത്ത ആളുകളിൽ ഭഗവാന്റെ പൂർണ്ണമായ കടാക്ഷം അല്ലെങ്കിൽ ഭഗവാനിൽ പൂർണ്ണമായും ലയിക്കുക, അല്ലെങ്കിൽ അത്രയും വലിയ ഭക്തർക്ക് മാത്രം ഭഗവാൻ കൊടുക്കുന്നൊരു സൗഭാഗ്യമുണ്ട്. ഈ ഭാഗ്യത്തിലൂടെയാണ് നമ്മൾ കൂടുതൽ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അങ്ങനെ ഭഗവാന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതും. അതായത് ഭഗവാൻ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആഴങ്ങളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഭഗവാന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭക്തനായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ എല്ലാം സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യം പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല, മുരുക ഭഗവാനെ ആരാധിച്ച് തുടങ്ങി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സിദ്ധന്മാരെക്കുറിച്ച് പഠിക്കുക, സിദ്ധ വഴിയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ എത്തിപ്പെടുക, സിദ്ധ വഴിയിൽ സഞ്ചരിക്കുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സിദ്ധന്മാരുടെ പല നൂലുകളും, അതായത് സിദ്ധന്മാരുടെ പല ഗ്രന്ഥങ്ങളും നമ്മളുടെ അടുത്ത് എത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളിലെ അറിവ് എത്തുന്നുണ്ടെങ്കിലൊക്കെ ഭഗവാന്റെ വലിയ കടാക്ഷമുണ്ട്. ഇപ്പോൾ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ വായിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് മനനം ചെയ്യുക, മനസ്സിലാക്കുക, ഇതൊക്കെ വലിയ കാര്യമാണ്. അതിന് കാരണം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സിദ്ധ പാരമ്പര്യത്തിൽ ആദ്യ സിദ്ധൻ എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. അതുപോലെ തന്നെ സിദ്ധ പാരമ്പര്യത്തിൻ്റെ മറ്റൊരു ശാഖയായിട്ടുള്ള വടക്കേന്ത്യയിലൊക്കെ കണ്ടുവരുന്ന നാഥ് പരമ്പരയിൽ ആദ്യ നാഥും ശിവൻ തന്നെയാണ്. പക്ഷേ ഇവിടെ രണ്ടിടത്തും ഒരു കാര്യം ശ്രദ്ധിക്കണം. ശിവൻ കൂടാതെ ആദിനാഥ് എന്ന് വടക്കേന്ത്യൻ പരമ്പരയിൽ വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്നത് ദത്താത്രേയ ഭഗവാനെയാണ്. എങ്കിൽ അതേ കാര്യം നമ്മൾ ഈ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ, സിദ്ധ പാരമ്പര്യത്തിൽ വരുമ്പോൾ 18 സിദ്ധ പരമ്പരയിൽ ആദി സിദ്ധൻ എന്ന് മറ്റൊരു സിദ്ധനെയും വിളിക്കാറുണ്ട്. മറ്റൊരു ദൈവത്തെയും സിദ്ധൻ എന്നുള്ള പേരിൽ, ആദി സിദ്ധൻ എന്നുള്ള പേരിൽ അവർ സിദ്ധന്മാർ അല്ലെങ്കിൽ ആ സ്വാമികൾ വിളിക്കാറുണ്ട്. അത് വേറെ ആരുമല്ല, മുരുക ഭഗവാനാണ്. മുരുക ഭഗവാനെയും നന്ദീശ്വരനെയും ഇതുപോലെ തന്നെ നന്ദി, ഭഗവാന്റെ വാഹനമായിട്ടുള്ള നന്ദിയെയും ആദിസിദ്ധനായിട്ട് കരുതാറുണ്ട്. തിരുമൂലരുടെ ഗുരു തന്നെ ആദിസിദ്ധനായിട്ടുള്ള നന്ദീശ്വരനാണ്. നന്ദീശ്വരൻ ശിവനാണെന്നും പറയാറുണ്ട്. അപ്പോൾ മുരുകനും നന്ദീശ്വരനും ശിവനും ഒക്കെ ആദിസിദ്ധനായിട്ട് കരുതപ്പെടുന്ന ഒരു പരമ്പരയാണ് നമ്മളുടെ 18 സിദ്ധ തമിഴ് പരമ്പര എന്ന് പറയുന്നത്. അതിൽ തന്നെ അഗസ്ത്യരാണ് ഏറ്റവും വലിയ സിദ്ധൻ. അത് കഴിഞ്ഞാൽ സുന്ദരനാഥർ വേറെ ആരുമല്ല, തിരുമൂലർ സിദ്ധസ്വാമിയാണ്. ഈ 2 പേരാണ് ഏറ്റവും വലിയ സിദ്ധന്മാർ. അതിലൊരാളുടെ ഗുരു നന്ദീശ്വരനാണ്. തിരുമൂലരുടെ ഗുരു നന്ദീശ്വരനാണ്, ശിവൻ തന്നെയാണെന്നും പറയാറുണ്ട്. അതേപോലെ അഗസ്ത്യരുടെ ഗുരു വേറെ ആരുമല്ല, സാക്ഷാൽ മുരുക ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ പല ഭക്തരും ഈ സിദ്ധ പാരമ്പര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ സിദ്ധന്മാരുടെ സമാധികളിലേക്കൊക്കെ ആ ഒരു ചിന്ത പോകുന്നത്. 18 സിദ്ധന്മാർക്ക് പുറമേ ഒരുപാട് സിദ്ധന്മാർ തമിഴ്നാട്ടിലുണ്ട്. അവരുടെയൊക്കെ ജീവസമാധി ദർശിക്കാനും, അല്ലെങ്കിൽ അവരൊക്കെ തപസ്സിരുന്ന സ്ഥലങ്ങൾ ദർശിക്കാനും ഒക്കെ നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ജിജ്ഞാസ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, തീർച്ചയായും മുരുക ഭഗവാന്റെ കടാക്ഷമില്ലെങ്കിൽ സാധിക്കുകയില്ല. എടുത്തു പറയുകയാണെങ്കിൽ ഭഗവാന്റെ ആത്മീയമായ തത്വത്തിലേക്കാണ് നമ്മൾ ശരിക്കും ഇതിലൂടെ എത്തിച്ചേരുന്നത്. അതിലൂടെ ആത്മീയമായ ഉന്നതിയാണ് നമുക്ക് കൂടുതലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭസ്മ, അതായത് വിഭൂതിയുടെയൊക്കെ വാസന അല്ലെങ്കിൽ ആ ഒരു മണമൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമാകുകയും, അതുപോലെ തന്നെ ഈ പല സിദ്ധസമാധികളും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അവർ തപസ്സിരുന്ന പല സ്ഥലങ്ങളും കാണാൻ നമ്മൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടാവും. എത്ര വലിയ മലകളാണെങ്കിലും നമ്മൾ താണ്ടി എത്തുന്നു. ഇതൊക്കെ ശരിക്കും ഭഗവാന്റെ വലിയ കടാക്ഷത്തിൻ്റെ ഒരു ഒരു സൂചനയാണ്. അതിലൊരു സംശയമില്ല. മുരുക ഭഗവാൻ നല്ല രീതിയിൽ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ സിദ്ധന്മാരിങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. അഗസ്ത്യരായിക്കൊള്ളട്ടെ, തിരുമൂലരായിക്കൊള്ളട്ടെ, ഏത് ഗുരു ആയിക്കൊള്ളട്ടെ, ഇനി നാത്ത് പരമ്പര ഗുരുക്കന്മാരായിക്കൊള്ളട്ടെ, മത്സ്യേന്ദ്രനാഥ്, ഘോരക്കനാഥ്, ഇവരൊക്കെ തന്നെ സിദ്ധ പാരമ്പര്യത്തിലുണ്ട്. മത്സ്യമുനി, അതുപോലെ തന്നെ ഘോരക്കർ സിദ്ധർ, ഇവരൊക്കെ ഈ പാരമ്പര്യമൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ ഗുരുക്കന്മാരൊക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ കടന്നു വരുന്നു.
ഈ സിദ്ധന്മാരുടെ നൂലുകളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക്, അതായത് ഗ്രന്ഥങ്ങൾ കടന്നു വന്ന് നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കുകയേ വേണ്ട, മുരുക ഭഗവാൻ ആത്മീയമായി വളരെയധികം കടാക്ഷം തന്നു. നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. പളനിയിൽ പോകുന്ന സിദ്ധന്മാർ പറയുന്നത് പഴമായാലേ പളനിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. കായായാൽ പോകാൻ സാധിക്കില്ല. പഴം നീ എന്നുള്ളൊരു പേര്, പഴം നീയാണപ്പാ എന്ന് പറയുന്ന പേരിന് പുറമെ ഇങ്ങനൊരു പേരും കൂടെ ഉണ്ട്. പഴമായാൽ, ആത്മീയമായി പരിപക്വപ്പെട്ട ഒരു പഴമായാൽ, തൊട്ടാൽ വീഴുന്ന പഴമായാൽ മാത്രമേ നമ്മൾക്ക് അവിടെ പോകാൻ സാധിക്കുള്ളൂ, എങ്കിൽ ആ മധുരം നുകരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആ ജ്ഞാനപ്പഴത്തിൻ്റെ മധുരം നുകരണമെങ്കിൽ നമ്മൾ പഴമാകണമെന്ന് പറയുന്നത്. അപ്പോൾ ആ സിദ്ധന്മാരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഭഗവാന്റെ ക്ഷേത്രങ്ങളും ആറുപടയ വീടുകളുമായി ഒരുപാട് ബന്ധമുണ്ട്. നമ്മൾ ഭഗവാന്റെ കഥകൾ മനസ്സിലാക്കുന്നതിനപ്പുറം, സ്കന്ദപുരാണമൊക്കെ വായിച്ച് കഥകൾ മനസ്സിലാക്കുന്നതിനപ്പുറം ഈ ഒരു സിദ്ധ പാരമ്പര്യത്തിൽ, ഈ സിദ്ധന്മാരുടെ വഴിയിൽ സഞ്ചരിക്കുമ്പോഴാണ് പൂർണ്ണത വരുന്നത്. മുരുകൻ്റെ കാര്യത്തിൽ ഇത് 100% ഉണ്മയാണ്, സത്യമാണ്. കാര്യം മുരുക ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം കിട്ടണമെങ്കിൽ ഭഗവാന്റെ ഭക്തർ സഞ്ചരിച്ച വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം. അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവരേത് രീതിയിലാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയത്, അവരുടെ തത്വം എന്തായിരുന്നു, അവരുടെ ജീവിതകഥ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ സിദ്ധന്മാരുടെയൊക്കെ ജീവിതകഥ. അതിൽ നമ്മൾ അരുണഗിരിനാഥർ, പാമ്പൻ സ്വാമി, കേരളത്തിലെ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി, ഇവരെല്ലാം തന്നെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തരാണ്. ഇനി കുറച്ച് കാലം പുറകിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അഗസ്ത്യർ, അവരൊക്കെ തന്നെ വലിയ ഭോഗർ സിദ്ധസ്വാമി, ഇവരൊക്കെ വലിയ ഭക്തരാണ് മുരുക ഭഗവാന്റെ. അപ്പോൾ ഇവരെക്കുറിച്ച് പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഏത് വഴി സഞ്ചരിക്കണം, എങ്ങനെ ലോകത്തോട് പെരുമാറണം, അല്ലെങ്കിൽ സിദ്ധന്മാർ അവരുടെ ജീവിതത്തിലൂടെ എന്ത് പാഠമാണ് നമ്മൾക്ക് നൽകുന്നത് എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മൾക്ക് മുൻപേ സഞ്ചരിച്ച ഒരാൾക്ക് മാത്രമേ നമ്മൾ പോകുന്ന വഴിയിലെ പല അപകടങ്ങളും പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ പോയാൽ എന്ത് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ആ 10ാം ക്ലാസ്സിൽ നേരത്തെ പഠിച്ച് ഈ സിലബസുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് പഠിച്ച ആളാണ് നമ്മൾക്ക് പിന്നീട് ടീച്ചറായി വരുന്നത്. അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതും, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ നയിക്കാൻ സാധിക്കുന്നതും അവരിത് കടന്നു പോയതുകൊണ്ടാണ്. അതുപോലെ തന്നെ സിദ്ധന്മാരെക്കുറിച്ച് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു മുരുക ഭക്തരാണെങ്കിൽ മുരുക ഭക്തർ എങ്ങനെയാണ് മുന്നോട്ട് പോയത്, അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു, എങ്ങനെയാണ് മുരുകനോട് പെരുമാറേണ്ടത്, ഇതെല്ലാം ആ ഭക്തന്മാരുടെ ജീവിതം നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് അരുണഗിരിയാർക്ക് അനുഗ്രഹം കൊടുത്തത്, എന്തൊക്കെ ചെയ്തിട്ടാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതമായിട്ട് വളരെ വ്യത്യസ്തപ്പെട്ട് തന്നെയായിരിക്കും നമ്മളുടെ പല കാര്യങ്ങളും. പല ഭക്തന്മാരുടെയും ജീവിതകഥ എന്ന് പറയുന്നത് പല തരത്തിലാണ്, ഒരു സംശയമില്ല, പല തരത്തിലാണ് എല്ലാ ഭക്തന്മാരുടെയും ജീവിതകഥ. എങ്കിലും ചില പാഠങ്ങളുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും, എല്ലാ മുരുക ഭക്തരുടെ ജീവിതത്തിലും ചില പാഠങ്ങളുണ്ട്. അറിവിൻ്റെ കാര്യം, അതായത് ഭഗവാൻ വന്നാൽ അറിവുണ്ടാകും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയൊക്കെ രക്ഷിക്കും, പല സന്ദർഭങ്ങളിലായിരിക്കും. പാമ്പൻ സ്വാമിക്ക് നടന്നതല്ല അരുണഗിരിയാർക്ക് നടന്നത്. പക്ഷേ രണ്ടുപേരുടെയും ജീവിതത്തിലെ മുരുക കടാക്ഷം ഏകദേശം ഒരേ തത്വം തന്നെയാണ്, പല സന്ദർഭങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇനി യഥാർത്ഥ പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് സിദ്ധന്മാരുടെ വഴിയിൽ നമ്മൾ വരുന്നത്? വേറൊന്നും കൊണ്ടല്ല, ഗുരു കടാക്ഷമില്ലാതെ ഒരു ദേവൻ്റെ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ മുരുക ഭഗവാന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾക്ക് ഉന്നതമായ ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും വേണമെങ്കിൽ തീർച്ചയായും ഗുരു കടാക്ഷം വേണം. അപ്പോൾ ഗുരുകടാക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗുരു പരമ്പരയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ പരമ്പരയിലുള്ള ഗുരുക്കന്മാരെല്ലാം മുരുകൻ്റെ ദേവതാ സിദ്ധിയുള്ളവരാണ്, അല്ലെങ്കിൽ ഭഗവാൻ മുരുകൻ്റെ സിദ്ധിയുള്ളവരാണ്. അതായത് ഭഗവാനെ നേരിട്ട് കണ്ടവരാണ്, അല്ലെങ്കിൽ ആ പൂർണ്ണ അനുഗ്രഹം അവർ ഏറ്റുവാങ്ങിയവരാണ്. അപ്പോൾ അങ്ങനെയുള്ള സിദ്ധ പാരമ്പര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മൾ മന്ത്രദീക്ഷ സ്വീകരിക്കാറ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമ്മളുടെ അടുത്തെത്തിയെങ്കിൽ തന്നെ വലിയ കാര്യമാണ്. നമ്മൾ 10 തവണ ജപിച്ചാൽ കിട്ടുന്ന കാര്യം ഗുരുക്കന്മാരുടെ കടാക്ഷം ഉണ്ടെങ്കിൽ 1 തവണ ജപിച്ചാൽ കിട്ടും. അതാണ് കടാക്ഷത്തിൻ്റെ മഹിമ. കാര്യം അവർക്ക് ഭഗവാന്റെ പൂർണ്ണ കടാക്ഷമുള്ളവരാണ്. അങ്ങനെയുള്ളവരുടെ ആ സ്പർശമുണ്ടാകുമ്പോൾ തന്നെ, കാര്യം ഗുരുവും ദേവനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതാണ് ഉന്നതമായ അവസ്ഥ. ഗുരുവും ദേവനും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകരുതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലയിൽ എത്തണമെങ്കിൽ ഗുരു കടാക്ഷം വേണം. അപ്പോൾ സിദ്ധ പാരമ്പര്യത്തിൻ്റെ കടാക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ മുരുക ഭഗവാന്റെ ആ പാതയിൽ സഞ്ചരിക്കാൻ ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം കിട്ടാൻ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് യഥാർത്ഥത്തിൽ മുരുക ഭഗവാൻ നമ്മളെ സിദ്ധന്മാരുടെ അരുണഗിരിയാർ അല്ലെങ്കിൽ പാമ്പൻ സ്വാമി എന്നൊക്കെ പറയുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്, മഹാന്മാരാണ്, ഭഗവാൻ തന്നെയാണ്. അവരുടെയൊക്കെ കടാക്ഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മുരുക ഭഗവാന്റെ എല്ലാം കിട്ടിയെന്നാണ്. എല്ലാ അനുഗ്രഹവും ഭഗവാന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഭഗവാൻ തരണോ അതെല്ലാം തന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുകൊണ്ടാണ് ഭഗവാൻ മുരുകൻ സിദ്ധന്മാരെ, അല്ലെങ്കിൽ ഭഗവാന്റെ വലിയ ഭക്തരെയൊക്കെ, അല്ലെങ്കിൽ അവരുടെ കഥകളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതും അവരുടെ പല അറിവുകൾ എത്തിക്കുന്നതും. അഹോബിലം.